മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ ആലപ്പുഴ ചേർത്തലയിൽ അസ്ഥികൂടം കണ്ടെത്തി. ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപം കാട് മൂടിയ പ്രദേശത്താണ് അസ്ഥികൂടം കണ്ടെത്തിയത്. സ്ഥലത്ത് പോലീസ് പരിശോധന തുടരുകയാണ്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഇത് വളരെ ദുരൂഹത ഉയർത്തുന്ന കാര്യമാണല്ലോ. ചേർത്തല നേരത്തെ തന്നെ ഏറെ ദുരൂഹതകൾ ഉള്ളതാണ്, പല കേസുകളിലും അന്വേഷണം നടക്കുന്നതുമാണ്. എന്താണ് ഈ കണ്ടെത്തിയ അസ്ഥികൂടം? ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ? ചേർത്തലയിലെ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള കാട് പിടിച്ച പ്രദേശത്താണ് ഒരു അസ്ഥികൂടം കണ്ടെത്തിയിട്ടുള്ളത്. അവിടെ രാവിലെ ഒരു ലോറി ഡ്രൈവറാണ് അവിടെ ഇത്തരത്തിലൊരു മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയതായി പോലീസിനെ വിവരം അറിയിച്ചത്. പഴക്കമുണ്ട്, അതായത് അസ്ഥികൂടമായി മാറിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ചില വസ്ത്രങ്ങളൊക്കെ അവശേഷിക്കുന്നുണ്ട്. ഒരു ഷർട്ടും മുണ്ടും ധരിച്ച് പുരുഷന്റേതാണെന്ന് തോന്നുന്ന മൃതദേഹമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അതിൽ തന്നെ അത് മൃതദേഹം എന്ന് പറയാൻ കഴിയില്ല, അസ്ഥികൂടം മാത്രമാണ് ഉള്ളത്. തിരിച്ചറിയണമെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള പരിശോധനകൾ ആവശ്യമുണ്ട്. എന്തായാലും തൊട്ടടുത്ത് തന്നെ ഒരു മരത്തിൽ ഒരു തോർത്ത് കെട്ടിയ നിലയിലുമുണ്ട്. ഇനി ആ രീതിയിൽ ആരെങ്കിലും ആത്മഹത്യ എന്തെങ്കിലും നടന്നിട്ടുള്ളതാണെന്നറിയില്ല. സ്ഥിരമായി മാലിന്യമൊക്കെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ദുർഗന്ധമടക്കമുള്ള കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. ഈ പ്രദേശത്ത്, അതായത് ഈ കാട് പിടിച്ച പ്രദേശത്ത് പലപ്പോഴും ദീർഘദൂര യാത്രക്കാരായ ലോറി ഡ്രൈവർമാരൊക്കെ അവിടെ എത്താറുണ്ട്. മറ്റ് മലമൂത്ര വിസർജനം അടക്കമുള്ള കാര്യങ്ങൾക്ക് അവിടെ എത്താറുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലം കൂടിയാണത്. ഇനി ആ രീതിയിൽ ആരെങ്കിലും എത്തിയിട്ടുള്ളതാണോ എന്നൊക്കെയുള്ള സംശയമുണ്ട്. നിലവിൽ നമുക്കറിയാം, ചേർത്തലയുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ തിരോധാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പല സ്ത്രീകളും, കാണാതായ സ്ത്രീകൾ എവിടെയാണ് എന്നതിനെ സംബന്ധിച്ചുമൊക്കെ ഇതുവരെ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ കേസുമായി ബന്ധപ്പെട്ടുമൊക്കെ നിരവധി ദുരൂഹതകളുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ കണ്ടെത്തിയ ഒരു മൃതദേഹത്തിൽ അവിടെ മൃതദേഹാവശിഷ്ടം അവിടെ കണ്ടെത്തിയത് വെച്ചിട്ട് ഈ വിഷയവുമായി അവർ സംശയിക്കുന്നില്ല. കാരണം സെബാസ്റ്റിന്റെ ഒരു രീതിയോ അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്ന രീതിയോ ഒന്നും ഇതല്ല. അതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യനുമായി കണക്ട് ചെയ്ത് നിലവിൽ സംശയിക്കുന്നില്ല. സ്ത്രീയാണോ പുരുഷനാണോ എന്നൊക്കെയുള്ള ഒരു ശാസ്ത്രീയമായ പരിശോധനകൾ ആവശ്യമുണ്ട്. അതിനെല്ലാം ശേഷം മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് ആലോചിക്കാനാവൂ. നിലവിൽ തൊട്ടടുത്തുള്ള ഒരു മരത്തിലെ ഒരു തോർത്ത് കെട്ടിയ നിലയിൽ ഒരു പഴയ തോർത്തും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ആളുടെ ശരീരത്തിൽ വസ്ത്രങ്ങളുണ്ട്. പക്ഷെ ആ വസ്ത്രങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല, കുറെയൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട്. അസ്ഥിപഞ്ജരം മാത്രമായാണ് ലഭ്യമായിട്ടുള്ളത്. അതാണ് സാഹചര്യം. എന്തായാലും ഇത് ഏറെ ദുരൂഹത ഉയർത്തുന്നതാണ്. ഇതിൽ വ്യക്തത ഉണ്ടാവണം. പോലീസിന്റെ ആ തരത്തിലുള്ള ഫോറൻസിക് പരിശോധന അടക്കം നടക്കേണ്ടതുണ്ട്. എന്തായാലും ചേർത്തലയിലാണ് ഒരു അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. ആളെത്താത്ത കാട് മൂടി കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് അസ്ഥികൂടം കണ്ടെത്തിയത്. അവിടെ പോലീസിന്റെ പരിശോധന തുടരുകയാണ്.